ഫ്ലൈറ്റ് ഇപ്പോൾ പോവും. കുട്ടിക്ക് ഫോട്ടോ എടുക്കണം അവിടുന്ന്. എന്താക്കൂത് ഇത് നോക്ക്, നന്ദ നടക്ക് നോക്ക്, എത്ര ഹാപ്പി ആയിട്ടാണ്. എയർപോർട്ടില് നാരങ്ങ സോഡ. അത് നാരങ്ങ സോഡ അല്ല കേട്ടോ. ഇല്ല, പെപ്സി ഒക്കെ ഉണ്ടാവും, പക്ഷെ വാങ്ങിക്കാൻ പറ്റൂല കേട്ടോ. ഒക്കെ പറഞ്ഞല്ലേ വി ഡോണ്ട് ഹാവ് മണീന്ന്. ഏത് കൊടുത്താൽ മതി? മണിക്ക് പകരോ? ആരാ പറഞ്ഞു മണിക്ക് പകരം അത് കൊടുക്കാൻ പറ്റും? ഏയ്, മണി വേറെയല്ലേ, ഇത് ഗോൾഡ് അല്ലേ. ആരും തരൂല അങ്ങനെ. ഇല്ല പൊന്നോ, നമുക്കിപ്പോ പോവാറായി. വീഡിയോ എടുത്തില്ല, വീഡിയോ എടുത്തില്ലടോ. എയർപോർട്ടിലെത്താൻ കൊതിച്ചിരുന്ന ഒരാളാട്ടത്. ഒരാള് അതിനെ ഒരു വെയിറ്റ് ചെയ്യും കുറച്ചു നേരം. ഇതൊന്നും ഇപ്പൊ തുറന്നു വെക്കാൻ പാടില്ല. ഇതൊന്നും ഇപ്പൊ തൊട്ടൊരു ചീത്ത പറയും. ഇതൊക്കെ ഫുഡ് വരുമ്പോഴൊക്കെയാണ് ചെയ്യട്ടോ. നമുക്കുണ്ടല്ലോ ഇതൂടി ഇത് അവര് തന്ന ഇഷ്ടായി. അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. കച്ചയ്ക്ക് തിരിച്ചു പോവാ. ഇത് പൊച്ചിട്ട് ഇത് തോന്നു തരോ? നോക്കിക്കുന്നു വെള്ളച്ചാട്ടല്ലേ. ഹലോ അക്കു, അക്കു എങ്ങനെയുണ്ട് കാലാവസ്ഥ? നല്ല കാലാവസ്ഥ, നല്ല നാട്ടിലത്തെ പോലെ തണുപ്പും കാറ്റും അല്ലേ. ഖത്തറിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴും ഒരു ബാഗ് മറന്ന് കുറേ ടൈം വേസ്റ്റായി. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും ഇറങ്ങി, ഒരു ബാഗ് മറന്നു, തിരിച്ച് കയറിയിരിക്കുകയാണ് ആകെ. പിന്നെ അജുവൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. സാരുണ്ട് മോളെ. എൻ്റെ അജി എന്താ വരാത്ത? അജി ഇനി വരൂലേ, നമ്മളെ പറ്റിച്ചോ? എവിടെ? ഒന്ന് പൊക്കോണം അവിടെ നിന്ന് കേട്ടോ. അത് കുത്തും, ഒന്ന് തൊട്ടൊക്കെ കുത്തുമോ? പെട്ടെന്ന് സാധനം കിട്ടിട്ടോ. അജി എവിടെ? കണ്ടോ, ഇവരെ ട്രൗസർ ഇട്ട് വന്നതിന് ഇനി ഇവ പോലീസ് പിടിക്കുമെന്ന് അടുത്തത്. നാടകം ഉറങ്ങിയ പോലെ അഭിനയിച്ചിരിക്കുന്നു. എന്താ വീട്?
ദേശം ഉടുപ്പ് വേണം. കുട്ടീനെ മറന്നില്ലല്ലോ. അങ്ങോട്ട് വന്നപ്പോൾ ഒരു ലഗേജ് മറന്നില്ല. ശ്രീമോള് അങ്ങോട്ട് വന്നപ്പോൾ ഒരു ലഗേജ് മറന്നില്ലേ? ഇവിടെ വന്നപ്പോൾ ഒരു ലഗേജ് മറന്നു. അത് മറന്നതല്ല, ഈ ലഗേജ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. ഈ ലഗേജ് കുറച്ച് കനുള്ള ബോക്സ് ആയിരുന്നു. എന്റെ പൊന്നോട് നന്നോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിലാണ്. അത് ഇത് കന ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനൊരു വിദഗ്ധമായ ഒരു നമ്പർ ഇട്ടത്. തലച്ചോറല്ലോ കുട്ടീനെ കുട്ടീനെ മറന്നു കഴിഞ്ഞ ഭാഗ്യം. അന്ന എടുത്തില്ലേ മറ്റേ അന്റെ അമ്മ അല്ല. ഈയാണ് പോയിരുന്നെങ്കിൽ കുട്ടി ഉണ്ടാവില്ലായിരുന്നു. ഏത് പാന്റൊക്കെ ഇങ്ങനത്തെ പാന്റാണ് ഈ ചെക്കനെ എടുക്കാൻ പറഞ്ഞത്. നിങ്ങള് മോനെ ടൈറ്റ് ഇട്ടത് മറ്റേ മറ്റേ ബെൽബോട്ടം ചുരിദാർ ഇട്ട പോലെ ആക്കും. എന്ത് രസം ഒരുത്ത രാത്രി വന്നിട്ട് അല്ല എന്താ ഉണ്ടാക്കി തിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചവിടെ ഉണ്ട് ചെന്നോ പറഞ്ഞു. നിങ്ങള് കഴിച്ചിട്ടാണോ പോന്നെ? കഴിച്ച കഥയൊന്നും പറയണ്ട. ഫുഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവസാനമൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരികയാണ്. എന്താ നിങ്ങള് ഫുഡ് സെപ്പറേറ്റ് വാങ്ങിക്കുക ചെയ്ത? അല്ല, അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചില്ല. ഈ എന്താ ഉണ്ടാക്കിയ? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നട്ടപ്പാതിരാക്കി കേറി പറഞ്ഞു ഞാൻ എന്തുണ്ടാക്കാനാ? എടാ ഇതിലൂടെയല്ല, അവിടെയാണ്. എന്ത് അന്റെ സങ്കടമൊക്കെ മാറിയോ? എടാ അമ്മേനെയും അച്ഛനെയൊക്കെ വിഷമിപ്പിച്ച് കരഞ്ഞോനാട്ടോ. അച്ഛനെയും അമ്മേനെയൊക്കെ കരയിപ്പിച്ചിട്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ അച്ഛനൊക്കെ കരഞ്ഞു. അച്ഛൻ ചിച്ചിക്കുന്നു. എന്നിട്ട് അവരൊക്കെ വിഷമിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബട്ടർ ചിക്കനും പൊറാട്ടയും വേണമെന്ന്. ഞങ്ങൾ വെറുതെ കരയിക്കാണ്ടോ? അതെന്താ? അല്ല എന്നിട്ട് അമ്മയൊക്കെ പേരും കരച്ചില്ലെന്നു. അമ്മയൊക്കെ പിന്നെ ഇവൻ കരഞ്ഞാ പിന്നെ എല്ലാരും കരയില്ലേ? 7 കിലോന്റെ ബാഗുകള് അമ്മയ്യേ അറിയാ. 7 കിലോന്റെ ബാഗ് എന്തോ പാളി എന്നൊക്കെ പറഞ്ഞു. ഏത് പാളി? പെറുക്കാൻ തുടങ്ങി. അക്കു ഇവിടെ നിന്നൊന്നും പെറുക്കലാക്കു, പോലീസ് പിടിക്കുമ്പോ. അല്ല 7 കിലോന്റെ ബാഗ്. ആ വിശേഷം പറയാൻ രജുവോ. ഞങ്ങളേ വെയിറ്റ് എല്ലാം ഉണ്ടാവും, 95 കിലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങിച്ചോന്ന് പറഞ്ഞു. എല്ലാം വാങ്ങിച്ചു വെച്ച് നോക്കുമ്പോൾ ഒന്നും കൊള്ളുന്നില്ല. എന്നിട്ട് അവസാനം അമ്മ ഉണ്ടല്ലോ 2020 അമ്മ വന്ന് ഈ കൊണ്ടുവന്നൊരു പഴയ ബാഗില്ലേ, ആ പോലീസ് പച്ച ബാഗ്, അത് അമ്മ എവിടെയോ മടക്കി വെച്ച് കൊടുത്തുനിന്ന് എടുത്തത്. ഞാൻ കാർട്ടൂൺ പെട്ടി തിരഞ്ഞ് അജ്മലിനോടൊക്കെ 10 മണി കഴിഞ്ഞു കേട്ടോ പാക്കിങ്. 11 മണി ഒരു കടയും കിട്ടൂല പറഞ്ഞപ്പോൾ അമ്മ വലിയ കാര്യത്തിൽ നന്മയുള്ള ലോകമായിട്ട് അമ്മ എടുത്തു തന്നതാണ് ബാഗ്. എന്നിട്ട് ആ ബാഗ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ലഗേജ് പ്രശ്നമായപ്പം ഈ സിബും പൊട്ടി. ആ സിബ് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത്. സിബില് പ്രശ്നമുണ്ടോ? എൻ്റെ ദൈവമേ, ഞാനെടുത്ത ടെൻഷൻ. അമ്മയൊക്കെ പോവുകയും ചെയ്ത്. ഇതിങ്ങനെ നാടുന്ന ലഗേജ് അല്ലേ അത്? ഞാനും ഒരു ഹെൽപ്പിന് ഒരു പയ്യൻ ഉണ്ടായിരുന്നു, നല്ല സഹായമായിട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ചോദിക്കില്ലേ? എന്നിട്ട് ആ പയ്യ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയോ ഒരുവിധം അതിൻ്റെ ഒരു സിബ് അടച്ചു. ഈ സിബ് അടച്ചതിന് ശേഷം എനിക്ക് പേടിയാവും അത് പൊട്ടുമോ നീന്ന്. ഒന്ന് തുറന്നു പോയി ഇനി അടയ്ക്കാൻ പറ്റൂല. അതിലാണെങ്കിൽ എന്താ പറയുക ജിഷ്ണു പ്രശ്നം, അതിനാണ് എൻ്റെ ചക്ക ഉള്ളത്. അത് ഒന്നല്ല 2 ചക്ക, ഇടിച്ചക്കയും മറ്റേ ചക്കയും. ഒന്ന് ആലോചിച്ച് ചക്ക പോണതല്ല, ഫ്ലൈറ്റിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇതെടുത്ത് ഉള്ളിക്ക് വെക്കാനൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ സിബ് അങ്ങോട്ട് തുറന്ന് ചക്ക വീണാനുള്ള അവസ്ഥ. എനിക്ക് കൂട്ടി ടെൻഷനായിട്ട് അപ്പൊ തൊട്ട് ഇവിടെ എത്തുന്നവരെ ടെൻഷനായിരുന്നു. അതൊക്കെ ആ പെട്ടിക്കാണ് അവിടെ ചന്തുമായിട്ടുള്ള യുദ്ധം മൊത്തം നടന്നത്. എന്തായാലും ഞാൻ ഇങ്ങ് വരെ ഞാൻ ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അതാക്കണ്, ഇവിടെ വരെ ഇവിടെ വന്നപ്പോൾ പെട്ടിയും മറന്നു. അതാ ഇനിയും ഉണ്ടടാ. ധീവര ആ മ്യൂസിക് ഇടണോ?
അല്ല നിങ്ങളെങ്ങനെ ഇവരെങ്ങനെ വരുന്നല്ലേ നിങ്ങള് ഊബർ വിളിച്ചോളി. ഉറങ്ങി എണീറ്റ പാടെ എണീറ്റ് വന്നവരാണ് രണ്ടും. ഇല്ല, ഞാൻ വിളിച്ചപ്പോ ചാടി കുടഞ്ഞു പോന്നതാ. ഞാൻ ചേച്ചി വിളിച്ചപ്പോ തന്നെ നീച്ച്. അതിനുമ്പ് നീച്ചിട്ടുണ്ട്. ഞാൻ നീച്ച് പോയി പല്ലൊക്കെ തേച്ച് രാവിലെ വയ്യ ഛർദിക്കുക. ലഗേജ് ഉണ്ടല്ലോ, ഞാൻ 100 വട്ടം പറഞ്ഞു ലഗേജ് ഇതിങ്ങനെ സെപ്പറേറ്റ് ഹാൻഡ് ബാഗ് ലഗേജ് 7 കിലോ തന്നെ ആക്കി പിടിക്കണം എന്ന്. അത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, മറ്റേ നമുക്ക് തൂക്കം അത്ര ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് അറിയായിരുന്നു. ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല. എന്നിട്ടേ ലഗേജിന്റെ 7 കിലോ അല്ലേ, അത് 7 കിലോ തന്നെ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് എത്ര തൂക്കം മറ്റേലും ഇല്ലാന്ന് പറഞ്ഞാലും ഇത് 7 എക്സീഡ് ആവാൻ പാടില്ല. 7 കിലോ നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാം. എങ്ങനെ ഷഫിൾ 7 കിലോ 2 ബാഗിലാക്കി എടുക്കാം. ഓക്കെ, പക്ഷെ ഞാൻ ഓൾറെഡി 3 ബാഗ്സ് ഫുൾ ഉള്ളുണ്ട്. അതിന്റെ കൂടെ ഈ ബാഗേജ് 2 ഉള്ളൂ. അപ്പൊ ആ 7 കിലോ ഞങ്ങൾ എന്ത് കിട്ടി, ഒന്നില് 12 കിലോ ഉണ്ടായിരുന്നു. അതില് അവര് പറഞ്ഞു ആ 12 കിലോ ഉള്ളത് മാറ്റണം. പിന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ആ സിബ് തുറന്ന് കുത്തി നിറച്ചപ്പോഴാണ് ആ സിബ് പൊട്ടിയത്. സിബ് അപ്പൊ പൊട്ടിയില്ല കേട്ടോ, അപ്പൊ രക്ഷപ്പെട്ട്. കുറച്ച് കഴിഞ്ഞ് നടന്നപ്പോഴാ പൊട്ടിന്ന് മനസ്സിലായത്. തിരക്കൊന്നും ഇല്ലേന്നു. പിന്നെയോ അതിന്റെ വേറെ സംഭവം ഇതുണ്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ബാഗ് മറന്ന് നമ്മളെ ഇടവണ്ണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാഗ് പോയി മറന്നു എന്ന് ഓർമ്മ വന്നേ. ചക്കുള്ള ബാഗായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോയതിന് എക്സസ് 700 കൊടുക്കേണ്ടി വന്നു കേട്ടോ. മീൻസ് അത്രയും കിലോമീറ്റർ കൂടുതൽ ഓടിയതിന്. അപ്പൊ ചക്ക 700 രൂപ പ്ലസ് ചക്കേന്റെ ഇടിച്ചക്കേന്റെ വിലയാണ് 700. നമ്മള് പിന്നെയും കിലോമീറ്റർ കൂടിയില്ലേ. വടപുറത്തുനിന്നല്ല, ഇടവണ്ണ കഴിഞ്ഞു എന്നിട്ടാണ് തിരിച്ചു പോയത്. ആ കിലോമീറ്റർ ആണ് ചാർജ് അവിടെ. പിന്നല്ലാതെ ആരാ കൊണ്ടാക്കണ്ടായിരുന്നേ? ജീവനും ചെക്കന്മാരൊക്കെ ടാക്സിക്ക് വന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും വന്നായിരുന്നു. സുഭാഷേട്ടൻ വന്നില്ല, കാരണം സുഭാഷേട്ടന്റെ അച്ഛന് ഡയാലിസിസ് ഉണ്ട് ഇന്ന്. അപ്പൊ നേരത്തെ പോണം. അപ്പൊ അതുകൊണ്ട് സുഭാഷേട്ടൻ വന്നില്ല. പിന്നെ അമ്മയ്ക്കും എല്ലാവരും ചോദിച്ചായിരുന്നു അമ്മ ഡിസ്ചാർജ് ആയിരുന്നു. അമ്മ ഡിസ്ചാർജ് ആയില്ല, അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞിട്ടുള്ളൂ ബുധനാഴ്ച. അപ്പോൾ ഇനിയൊരു 3 ഡേയ്സും കൂടി എടുക്കും അമ്മ ഡിസ്ചാർജ് ആവാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര. അവിടെ നിന്ന് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, ചിക്കുവാണ് വീഡിയോസൊക്കെ എടുത്തത്. നന്ദേനെയല്ലേ ഏൽപ്പിച്ചേ? എന്തായാലും കൊണ്ടുപോട്ടോ. എന്താ കൊണ്ടുവരാൻ പറഞ്ഞ? എന്താ മാളു ചേച്ചി എന്നെ പെട്ടിയിലാക്ക? മാളു ചേച്ചിനെ പെട്ടിയിലാക്കാനോ? നീ മറന്നപ്പോ? അയ്യോ എന്റെ കുട്ടി മറന്നു പോയതാടാ. മാളൂനെ ആണെങ്കിൽ ആ പെട്ടിയിൽ കൊള്ളും ചെയ്യുമായിരുന്നു അല്ലേ. ഇപ്പൊ എന്താ ചെയ്യാ? എനിക്ക് ഉറപ്പ് തന്നാണ്. വീഡിയോ ഉണ്ട് എന്റെ പറയുന്നത്. ഒന്നും കഴിച്ചില്ല. ഒന്നും വേണ്ട. ഒന്നും വേണ്ടോ? എനിക്ക് വേണം. ആലോചിക്കട്ടെ. എനിക്ക് ഒരു കുഞ്ഞി ലേസിന്റെ ബാഗ്. ഇതിലെ മോനെ ചന്തുവായിട്ടുള്ള അടി കാണണായിരുന്നു. പോരാൻ നേരത്തുണ്ടല്ലോ ചന്തുവിന് ഇവൾക്ക് ഉമ്മ വെക്കണം എന്ന്. ചന്തുവിന് ഇവിടെ ഉമ്മ വെക്കണം എന്ന്. കാരണം ആ ചന്തുവിന് അറിയാം ഉമ്മ വെക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലാതെ. അപ്പൊ ഒരു ഉമ്മ പറഞ്ഞിട്ട് ഓന്റെ ചോദ്യം കേൾക്കുമ്പോ പാവം തോന്നും, ഉമ്മ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇവളാണെങ്കിൽ എനിക്ക് വേണ്ട എന്റെ ഉമ്മ പറഞ്ഞിട്ട് അത് എന്താ പറഞ്ഞ. ഞാൻ പറഞ്ഞു ഈ ഇന്ന ഉമ്മ വെച്ചോ, ഓക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഓന് പറ്റൂല. വേറെ അതല്ല, വേറെ സംഭവം എന്താ പറയാ, ഇവളെ പെട്ടിയാണ് പ്രശ്നം. ഇവളെ ആ പിങ്ക് പെട്ടി ഓൻ തൊടുന്നതാണ് പ്രശ്നം. അപ്പൊ ആ പിങ്ക് പെട്ടി ചെയ്യുമ്പോ ഇവള് പിടിച്ചിരിക്കുക ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതിൽ ഇവ ഇങ്ങനെ പോയിട്ട് എന്ത് കേട്ടെന്ന് പറയടാ, ചോറ് തിന്നതോ അതിന്റെ സോസൊക്കെ കൊണ്ടുപോയുമ്പോ തുടക്കിയടാ. അത് ഇവള് കാണുമ്പോഴേക്ക് അവിടെ ഓന്റെ മുടി പിടിച്ച് ഇവളൊരു വലിച്ച അന്നേരം. അതായത് എന്നിട്ടും ഓൻ പിന്മാറുന്നില്ല. അക്കുനെ അടിയാണ് കേട്ടോ അക്കോ. എന്നിട്ടും ഓൻ പിന്മാറുന്നില്ല. അപ്പൊ ഞാൻ എന്ത് കേട്ട് ഇനിയൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ ആ പെട്ടി കവർ ചെയ്തോണ്ട് ഇങ്ങനെ നിന്ന്, ഇനി ഒരു അലമ്പുണ്ടാവണ്ട വെച്ചിട്ട് നോക്കുമ്പോണ്ടല്ലോ അങ്ങനെ നൈസായിട്ട് വന്നിട്ട് ഇടേക്കോടെ സോസ് ഇല്ലേ, സോസ് കൊണ്ടുപോയി കഴിയുമ്പോ തേക്ക. ഞാൻ ആകെ പെട്ട് അടിയും പിടിയും
ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ എത്തി വന്നെ. പിന്നെ രണ്ടാമത് പെട്ടി മറന്ന് തിരിച്ചു പോയില്ലേ, അപ്പേക്ക് ഇവിടെ മൂടൊന്ന് ക്ലിയർ ആയി. നമ്മൾ പോവുകയെന്ന് ഉറപ്പായല്ലോ. അതിൽ പിന്നെ തിരിച്ചു ചെന്നപ്പോ ചന്തുവിന് ഉമ്മയൊക്കെ കൊടുത്തു. ഞങ്ങള് പറഞ്ഞു ചന്തുവിന് ഉമ്മ കൊടുക്കാത്തോണ്ടാണ് പെട്ടി മറന്ന് വെച്ചതെന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഉമ്മയൊക്കെ അല്ല ഓക്കെന്നല്ലോ. എനിക്ക് ഖത്തറിൽ പോണം എന്ന് പറഞ്ഞിട്ട് കരച്ചില്. നന്ദയ്ക്ക് നാടാണോ ഖത്തറാണോ ഇഷ്ടം? കേട്ടോ അക്കുനോ? അക്കുവാണ് കരച്ചിലിന്റെ. അക്കുവിന്റെ കരച്ചിലുകൊണ്ട് ഞാൻ തകർന്നു. അല്ലെങ്കിലേ ബാഗ് ഇങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഒന്നാമത് ആകെ വിഷമമൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അമ്മേന്റെ എന്ത് കിട്ടും? ഈ വെറുതെ ആണെന്ന് പറയണ്ട. അങ്ങനെയൊന്നും പറയലടാ. അവള് പഠിക്കാത്ത സ്കൂളിലാണ് പോണത്. ഇടയ്ക്ക് ഒരു ബോറടിക്കുമ്പോ കളിച്ച് ബോറടിക്കുമ്പോ ഇത്തിരി പഠിപ്പിക്കും. അത് ഈ അമ്മ വീട്ടിലിരുന്ന് ഒത്തിരി പഠിപ്പിക്കും. ഓ സെറ്റ്. ഇവരൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ കുട്ടി സ്കൂളിൽ പോകാതെ. 2 കരച്ചിലേക്കണ. അല്ല അഡ്മിഷൻ ഒന്നും എല്ലായിടത്തും തീർന്നുണ്ടാവും. എന്താവും ദൈവത്തിന് അറിയാക്കോ അജു. കാരണം വിളിച്ചോടത്തുനിന്നൊക്കെ ഞാൻ എമർജൻസി നാട്ടിൽ പോയതാന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് വന്ന സീറ്റ് ഉണ്ടെങ്കിൽ തരാന്നാണ്, ഇല്ലെങ്കിൽ കഴിഞ്ഞു. നമ്മളെ വീട് എത്തിന്ന് എന്തൊക്കെ ആശ്വാസമായി. സ്ലൈമ് അതാണ് കൊണ്ടെന്ന് അതിക്ക് കളിക്കാനാ. ഏത് അവിടെ തിന്നിട്ടാ പോന്നെ. അതിന് ചക്ക പറഞ്ഞ പഴുത്ത ചക്കയല്ല. എനിക്ക് ടൊമാറ്റോ മുറുക്ക് കൊണ്ടുവരാൻ അറിഞ്ഞില്ലേ? എവിടെ മറന്നു? വലിയ അമ്മായിയായിട്ട് അവള് ഞാനവിടെ കസാല കിട്ടി. ആ വലി വലി പിളി വലി. ആ ഇവിടെ ഇവിടെ വലി ഇവിടെ വലി ഇവിടെ വലി ഇവിടെ പിടി. പറയണോടത്ത് പിടിക്കാനൊന്നും പറ്റില്ല. അമ്മായി പിടിക്കണോട് നമ്മൾ പറയണം. എന്റെ ക്രോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എന്റെ അമ്മക്ക് ഓന്റെ സാധനങ്ങൾ കൊടുത്തയക്കാത്ത 300 രൂപേന്റെ സാധന. എന്ത് റുപ്യന്റെ? 3000. എനിക്ക് അറിയില്ല പൊന്നു, ഞാൻ എടുത്തു തരാം. എവിടേക്കോ ഉണ്ട് അക്കുവിന്റെ എരുപ്പ്. ചക്ക ഭദ്രല്ലേ? എന്താ അച്ചാറ്? ഏതച്ചാറാ? അയ്യോ എത്ര ചിരി വരാൻ. അത് മാങ്ങ. അത് മാങ്ങ. നിങ്ങളുടെ മാങ്ങച്ചാറോ? അതെപ്പോ എടുക്കാൻ പറ്റൂല. രാവിലെ സമ്മാനങ്ങളൊന്നും എരു കൂട്ടൂല. അതുള്ള നീ കഴുകിട്ടൊന്നും കൊടുത്ത് പഠിപ്പിക്കരുത്. അത് ലഗേജാ. ചക്ക മുറിക്കാൻ അത് പഴുത്തിട്ടില്ല പൊന്നു, പച്ചച്ചക്കയാണ്. അതാ മാങ്ങ. ഇതെന്റെ മാങ്ങ, പൊന്നി തന്ന മാങ്ങ. ഇത് ഞാൻ ഒറ്റക്ക് തിന്നും. പച്ചമാങ്ങ തിന്നാൻ നീ ഗർഭിണിയാണ്. ഇത് ചമ്മന്തിട. ഈ മാവിന്റെ ബന്ധങ്ങളുണ്ടോ? പൊടിയാണല്ലോ. അത് മുത്താറിന്റെ പൊടി ഇന്നമ്മ നന്ദയ്ക്ക് കൊടുത്തയച്ച. അത് കാച്ചി തരാൻ നന്ദ. ഞാൻ അതിന് പാല് വേണം. അത് ഷെമീമിന് കൊടുക്കാനുള്ള ഒരു പാക്കറ്റ്. ഇവിടത്തെ നോണറിയല്ലേ? സാധനം കൊള്ളുന്നില്ല. സുഭാഷിന്റെ അടുത്ത് മാറ്റിണ്ടോ? എനിക്കറിയാം അജുവിന്റെ സാധനം സത്യമായിട്ട് ഞാൻ വെച്ചതാണ്. സൂന്യ മാറ്റിയോന്ന് എനിക്കറിയില്ല. ഇല്ല, അത് എനിക്ക് പാർസല് വന്ന സാധനം. അത് മന്തി മസാലയാണ്. സത്യമായിട്ട് ഈ ഇതിൽ പങ്കെനിക്കില്ല. അത് സൂന്റെ മൊത്ത ഇതാണ്. സൂന്റെ ആസൂത്രിത നേതൃത്വമാണ്. അമ്മ രാവിലെ വിളിച്ച് നാടകം കിട്ടുന്നുണ്ട്. അത് കുറച്ച് എടുത്തു വെക്കണത്. കൊണ്ടുവന്നിട്ട് എടുത്തിട്ടുണ്ടാവൂലേ? ഞാൻ വെച്ചതായിരുന്നു. അതല്ല അതല്ലടാ,
ഈ കുപ്പി കണ്ട എനിക്കറിയാം. അതെന്താ അതിന്റെ അതെന്റെ ഇതാണോ അപ്പൊ മീനച്ചാറ്? മണ്ടൻ. അമ്മ പാല് മുത്താറി ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പൊ ഇതന്നെ മഞ്ഞടപ്പ്. ആ നിങ്ങള് റൂമിൽ കൊണ്ടുപോയി തരണോ? കൊണ്ടായി ഒത്തിരി ഒന്ന് കൊണ്ടായി കൊടുത്തു തരുമോ? വണ്ടി ഓടിക്കാനേ ഞാൻ കൊണ്ടാക്കി തരാം. റൂമ് പോണോ? ഇതെന്താ റൂമ് പോണോ? ഇത് മോളെ ഈ കള്ള പിള്ളേടി പറയുള്ളൂ. ഇത്രയും ദിവസം ഇവിടെ വന്നിട്ടില്ല. ആദ്യം ഞാൻ വന്നതിന്റെ പിറ്റേന്ന് വന്നിട്ടേ സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് ഒറ്റ പോക്കാം. പിന്നെ വന്നിട്ടില്ല. വന്നേന്റെ അന്ന് എന്നോട് ചോദിച്ചിട്ടോ അവര് വന്നിട്ട് കൊണ്ടുവന്നു ഇന്നപ്പം വന്ന ഞാൻ ബാത്റൂമിൽ കഴിഞ്ഞാൽ ഞാൻ പോയി. ഞാൻ ബാത്റൂമിൽ വന്ന അന്റെ ഒപ്പം വന്ന ഞാൻ രാത്രി എന്റെ പിറ്റേത്ത് ഉറക്കം പാടും. ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വരുന്നേ. സ്നേഹം കൊണ്ട് വിളിക്കാണ്, ഒറ്റയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് വിളിക്കുകയാണ്. വന്നു ഇഷ്ടം ബാത്റൂം ക്ലീനാക്കി ഞാൻ ഇവിടെ നടിച്ചു. മീനച്ചാറിന്റെ കുപ്പിന്റെ വലിപ്പം കുറഞ്ഞുണ്ടല്ലോ ശ്രീമോളെ. അതെ എന്റെ അജിമാമം ഇതിങ്ങനല്ല കുപ്പി പൊട്ടിച്ചേ ശ്രീമോളെ. ഇത് കുപ്പി ഇങ്ങനല്ല ഒട്ടിച്ച് അല്ലല്ലോ. ഇത് അവിടെ ഇത് പൊട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പാത്രത്തിൽ എന്റെ പേര് അജു നാർനാഥല്ല. പൊന്ന് അല്ല എടാ ആ പൊന്നിയത് അപ്പൊ അങ്ങനെ വരുള്ളൂ. ഒരു ചെറിയൊരു പാത്രത്തിന് മുപ്പറിക്ക് എടുത്തേക്കാം. ആരെ കൊണ്ടുവരാൻ പറയല അന്ന് പറഞ്ഞേക്കട്ടെ. ഇത് ജിഷ്ണുവിന്റെ സാധനം. ജിഷ്ണുവിന് ഒരു ബാക്ക് ഉണ്ടോ? ശ്രീമോളെ മുണ്ടിട്ടില്ല. ഇത് ഭക്തിയടാ. അരവണ മാത്രല്ലല്ലോ, അച്ചാറുണ്ടല്ലോ. അല്ല അച്ചാറ് സുഭാഷ് അരമണി ഉണക്കമീനൊന്ന് ഭക്തിയാണ്. അരവണ 1 2 3 ഊട്ടി പെറുക്കി. അതെന്റെ അനിയന്റെ സമ്മാനം അല്ലേ? എല്ലാം വേണ്ട തന്നെയാണ്. പിന്നെ എനിക്കല്ല അരവണുള്ള കാര്യം. അരവണ വേറെ ഉണ്ട് എനിക്ക്. അതാ ഇതെടുത്തോ. എന്റെ പൊന്നി ഉണ്ടാക്കിയതാ? അല്ല ഇതെന്റെ പൊന്നി ഉണ്ടാക്കിയതാണോടാ? എന്ത് മീനച്ചാറാണത്? എരിയും. അജോ കൊടുക്കട എരുള്ളത്. ഓള് വെള്ളം കുടിച്ചോളാന്ന്. ഈ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടപ്പോഴേ ഓള് എന്തോ ആണെന്ന് കരുതിയത്. അല്ലെങ്കിൽ എരിയുള്ള സാധനം തൊടാത്ത. അപ്പുറത്തെ വീട്ടിലുള്ള ഒരു താത്തല്ല എന്റെ പ്രായമുള്ള ഒരു ചെറിയ കുട്ടി. എനിക്കറിയാം, ഒരു കുഞ്ഞു കുട്ടിയിലെ. എന്റെ താഴെയാണ്. പക്ഷെ 2 കുട്ടികളുടെ എനിക്കറിയാം. ഓരുണ്ടാക്കിയതാ. ഓരുമ്മ നമ്മളെ സബ്സ്ക്രൈബർ വന്നിന്നെ കണ്ടിരുന്നു. നെയ്യപ്പൊക്കെ തന്നിരുന്നു. നെയ്യപ്പം ഉണ്ടായിരുന്നു വീട്ടില്. പിന്നെയുള്ള സാധനം തന്നാലേ അജുന് ഓർമ്മ ഉണ്ടാവുള്ളൂ. നെയ്യപ്പം തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. ഞാനിന് പക്ഷെ വിറ്റെന്താ ഞാൻ അതിനൊരു രസം ഞാൻ വിളിച്ചു പോലും പറഞ്ഞില്ല. കിട്ടിയത് ഞാൻ തന്നിട്ട് ഞാൻ പോന്നു. നമ്മളെ സ്വഭാവം അതാണല്ലോ. ഞാൻ മറന്ന് പോണ തിരക്കിലായോണ്ടാ. ഞാൻ വിളിച്ചു നോക്കണം. കൈ നീട്ടുന്നു. നമുക്ക് എരിയും പൊന്നെ അച്ചാറ്. വെള്ളം കുടിച്ചോളൂടാ. കൊടുക്ക്. ശീലിപ്പിച്ച ശീലാവല്ലോ. ഇത് അങ്ങനെ തരാൻ പറ്റില്ല. പിന്നെ ഇത് സ്നേഹം. ഇത് ഓരോ പിന്നെ പൊന്നി അല്ല മറ്റേതില്ലേ ഏത് മറ്റേ പ്രവാസിയിലും മറ്റേ പൃഥ്വിരാജിന്റെ മറ്റേ പാടേതാ? പ്രവാസിയായിട്ട് കടുമാങ്ങാച്ചാറ് കൊടുത്തിട്ട് ആടുജീവിതം. അതേപോലെ മാമന തിന്നാനുള്ള ഓരോ കഷ്ണം ഒരു കൊല്ലം പോവാള. കുട്ടി കൈ നീട്ടി നിക്കണ നോക്ക്. വായക്കിട, കയ്യിലാക്കണ്ട. വായക്കിട്. എരിയൂട്ടോ. എങ്ങനുണ്ട്? അതാ നന്ദക്ക് എരിഞ്ഞൂട്ടോ. അക്ക് വെള്ളം എടുത്ത് കൊടുക്ക്. അക്കുനോ? ഓ എടുക്കരുത്. ശരി കേട്ടോ ശ്രീ. ഇത് എനിക്ക് മാത്രം അവകാശമുള്ള സാധനം. ഇത് നല്ല വെള്ളാണോടാ? കുടിച്ചോ കുടിച്ചോ. കേടാവും.
എപ്പോഴെപ്പോഴും വെറുതെ തിന്നാനുള്ള സാധനമല്ല. ചോറുണ്ടോ? ചോറില്ല. ശീലം കൊണ്ടാക്കി തരും വീട്ടിൽ. ഞാൻ കുറെ കഴിഞ്ഞ് പോളൂ. ഞാനത് പൊക്കത്ത് കയറിട്ട് ഞാൻ പോളൂ. ഇത് എടുത്തു നോക്കട്ടെ. അത് ഇതിന്റെ സെപ്പറേറ്റ് ആ ഫ്രിഡ്ജിന്റെ ഞാൻ ചാക ചക്ക വെക്കുമ്പോ തരില്ലടാ. എന്ത് ഞാൻ ചക്ക ഉണ്ടാക്കിട്ട് തരില്ല. ഇവിടെ ഞാൻ തിന്നാത്ത സദ്യ പിടിച്ചാ ഞാൻ പിടിക്കില്ല. കൊണ്ടുവച്ചില്ലെങ്കിൽ ആക്കോ. അപ്പൊ ഞാൻ മുട്ടായി വാങ്ങിക്കാൻ ആരാ നമുക്ക് പൈസ തരുന്ന? അയ്യോ വാടാ വാടാ, എന്റെ അച്ഛല്ലടാ അവിടെ. ഇതാണ് ഇതിൽ കൊണ്ടിട്, ഇതിൽ കൊണ്ടിട്. ഞാനില്ല. ഇത് വിട് ശ്രീ ഒന്ന്. അമ്മ കള്ളുടിയ മിച്ചർ കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. ഞാൻ പ്രത്യേകം അമ്മയ്ക്കും പറഞ്ഞ അറിയോ മൂക്കിന് കിട്ടും. ഞാൻ പറഞ്ഞത് കള്ളുടിയ മിച്ചർ കൊടുത്തയക്കാണ്. അമ്മയ്ക്കും അറിയോ ആ സത്യം? അമ്മയ്ക്ക് എങ്ങനെ കള്ളു വെച്ചാണ്? ആ കള്ളുടിയ അതല്ല, കള്ളു കുടിക്കുമ്പോ അങ്ങനെയാണ് ആ മിച്ചറിന്റെ പേര്. കള്ളു കുടിക്കുമ്പോഴാണ് ഈ മിച്ചർ കഴിക്കാറ്. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? സൂര്യ ഓള് കഴിച്ചെന്നാ. അതാ അമ്മായിന്റെ കൊറേ കേട്ടോ, നാട്ടിൽ നിന്ന് കിട്ടിയതാ. ഓ കണ്ടോ, ഇത് മാമനൊന്ന് കള്ളുടിയ മിച്ചർ അച്ഛനാ വാങ്ങിയത് ഏത്? കള്ളുടിയ മിച്ചർ. ഇതൊരു ഇത് പാക്കറ്റിൽ ഞങ്ങളുടെ കൊടുത്തു വിട്ടാ. നാട്ടിൽ ഇതിന്റെ പേര് കള്ളുടിയ മിച്ചർ ആട്ടോ. എല്ലാവർക്കും അറിയണ്ടാവും. എനിക്ക് ഒരു വട്ടം ഇത് കൊടുത്തു വിട്ടാ. അത് തീർന്നു. ഓണാക്കിയിട്ടില്ലേ ഇഷ്ടട്ടാ? പുറത്തുപോയി കഴിക്കല്ലേ, പുറത്തുപോയി കഴിക്കല്ലേ. മീൻകറി വാളി ഇത് സൂപ്പറാണ്. പറയുമ്പോഴേ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം, എന്നിട്ട് മത്തിക്കറി എഴുതിച്ചോ. അല്ലേ നാട്ടിൽ പോയിട്ടെല്ലാം മറന്നോ? നാട്ടിൽ പോയിട്ട് എടാ മുളക് പൊടി ഇല്ല, ഇവൻ ഇവിടെ മുളക് പൊടി വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ കാട്ടാ? എന്റെ അടുത്ത് ഓറഞ്ച് ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കാന്ന് പറഞ്ഞതാ. മുറിച്ച് വെച്ചിക്കണ് മുളകിന്റെ ഒപ്പം. നാട്ടിൽ പോയിട്ട് ചേച്ചി അടുക്കള കയറിയിട്ടില്ല. ഹോസ്പിറ്റലിലായിരുന്നല്ലേ? മധുരമുണ്ട്. മധുരത്തിന് കാരണം നിന്റെ ഉള്ളിയിടല. ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ? അല്ല, ഇത് സുഭാഷ് ഇത് നമ്മുടെ ഉള്ളിയല്ല. സുഭാഷ് ഏട്ടൻ ഇവിടെ അല്ലാത്തോണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അതാ പറഞ്ഞേ. സുഭാഷ് ഏട്ടൻ കേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ നല്ല രസമുണ്ടല്ലേ. നല്ല ഇഷ്ടമായി. എല്ലാം പറ്റിയോ? വറക്കം നീ വറുത്താൽ റെഡി ഇത് ആകും. അടിപൊളി കറിയാ. സൂപ്പറായി. നന്ദിയുണ്ട്. ആ തൈര് എടുത്തോ. മാങ്ങ അരച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം, പപ്പടവും വറക്കാം, ഇടിച്ചക്കും ഉണ്ട്, മീനച്ചാറും ഉണ്ട്. വയറുണ്ടല്ലോ, വയറ് റിക്കട് പിടിക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് ഉറങ്ങാ. എന്നാ വൈകുന്നേരം നീച്ചാ മതി. അന്നേ ഓരോ ചപ്പാത്തി വാങ്ങി തിന്നോ? എന്താ ആണോ? വിശേഷം ഒന്നും പറയാല്ലേ നന്ദേ? അതിന്റെ ഉള്ളിൽ എന്തുണ്ട് കളിച്ചെടുത്താ? ഒന്ന് ചോദിക്കല്ലേ ആയുവിനോട്? ഓർക്ക വിളിക്കേ. ആയു എന്റെ കുട്ടിക്ക് ആയുവിനോടൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ? പൊട്ടി Hello, how are you? Fine. What is his name? You forgot her name? Yeah. Oh my god. She's fucking not here. She's not here, but how you forget her name? No, she's not fucking. Then tell me, what's her name?
She's going on the Ah, that's enough. You can call her Nanda itself, no? Then call. Then how are you doing? എൻ്റെ പേരടക്കോളം മറന്നെന്ന്. I have something on my book, on my paper. What happened? Hi. So why are you thinking? I didn't did. Are you thinking this one? Yeah. Yes. Mama, take that. കോക്കുവിന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ കരച്ചിലാണ്. ഇവിടെ നോക്ക് ചിരിച്ചോണ്ട് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് സന്തോഷ